പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി കാർബോർഡ് വെച്ചുള്ള ഒരു അടിപൊളി റോബോട്ടാണ് ഗൈസ്. അപ്പൊ നമുക്ക് വേഗം റോബോട്ട് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പൊ ഗൈസ് നമുക്ക് ഇനി റോബോട്ട് നിർമ്മാണം തുടങ്ങാം. ആദ്യം നമുക്ക് വേണ്ടത് റോബോട്ടിന്റെ ശരീരമാണ്. അപ്പൊ ഗൈസ് നമുക്ക് റോബോട്ട് ശരീരം എടുക്കാം. അപ്പൊ ഗൈസ് ഇത് ഭയങ്കര മുറിച്ച് കിടക്കുന്നുണ്ട്. അപ്പൊ ഗൈസ് ഇതാണ് നമ്മുടെ കാർബോർഡ്. അപ്പൊ ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ച എന്തോ സാധനത്തിന്റെയാണ്. നോക്കുകയാണെങ്കിൽ ഇതിലെ ബാറ്റ്സ് ഇതില് പകുതി ഉണ്ടായി കീറിപ്പോയി. ഇവിടെ നല്ല ഓട്ടം കാണും. ഇവിടെ ആരും ഇതിപ്പോ നോക്കൊന്നും വേണ്ട. അപ്പൊ നമുക്ക് ഇതിന്റെ ശരീരമായി. ഇനി നമുക്ക് വേണ്ടത് ഗ്ലൂ ആണ്. പക്ഷെ അതിക്ക് മുമ്പ് വേണ്ടത് ഇതിന്റെ കാല്. അപ്പൊ നമുക്ക് കാലെടുത്തോണ്ട് വരാം. കാല് അടിപൊളിയായിട്ട് ഇതിന്റെ തന്നെ കണ്ടിന്യൂഷൻ ആണ്. അപ്പൊ എനിക്ക് തോന്നുന്നു ഇതിന്റെ എന്താ മേടിച്ചതുണ്ട്. ഇത് ജോയിൻ ചെയ്ത് നോക്കാം. എന്താണെന്നൊന്നും ഇല്ല, എന്നാലും കുഴപ്പമില്ല. അപ്പൊ ഗൈസ് ഇതാണ് എന്റെ കാല്. നല്ല ഷേപ്പിൽ കട്ട് ചെയ്തതാണ്. നടുക്കിന്ന് ഞാൻ മുറിച്ച് കാലിങ്ങനെ ഇങ്ങനെ 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 ഇത് യു ഷേപ്പ് അല്ലേ. അപ്പൊ ഇനി ഇത് ഒട്ടിക്കണം. അപ്പൊ നമുക്ക് ഒട്ടിച്ചു തുടങ്ങാം. ഒന്നും തരത്തില്ല, പോയി കാലൊടിഞ്ഞു. അപ്പൊ കാല് ചർദ്ദിച്ചൊന്നും ചളങ്ങി പോയി. കുഴപ്പമില്ല, കണ്ടില്ലേ ഇത് ഇങ്ങനെയുള്ള കാര്യം ഇങ്ങനെയോ ഇങ്ങനെയോ ഇങ്ങനെയോ. അപ്പൊ കുഴപ്പമില്ല. അപ്പൊ നമുക്ക് വേണ്ടത് ഗ്ലൂ ആണ്. അത് ഇതാ നമ്മുടെ ടേബിളിൽ തന്നെയുണ്ട്. അപ്പൊ നമുക്ക് ഗ്ലൂ തേക്കാം. പ്രത്യേക മണാണ് ഇത്. ക്യാമലിന്റെ ആണ് വൈറ്റ് ഗ്ലൂ. അപ്പൊ നമുക്ക് തേച്ച് തുടങ്ങാം. ഓക്കെ, നിങ്ങൾക്ക് കുറച്ച് നേരം പിടിച്ചേക്കാം. പറ്റിച്ചേ ഗ്ലൂ തേച്ചിട്ട് കുറച്ച് ഗ്ലൂ തേക്കാം. പിന്നെ കാറ്റ് കിട്ടുന്നുണ്ട് കേട്ടോ. ചാർജ് ഇലക്ട്രിസിറ്റി ഒന്നും ഇല്ലാത്ത ഫാനാണ്. ഗ്ലൂ വരാൻ ഒരു മണിക്കൂർ എടുക്കുന്നു. എന്താ വരാത്ത. അപ്പൊ ഇത് ചതിച്ചു. ഇതിന് ഗ്ലൂ ഇല്ല. ഇതിന് ഗ്ലൂ ഇല്ല. അപ്പൊ നമ്മൾ ശരിക്കും ചതിച്ചിരിക്കുന്നു. അപ്പൊ എല്ലാം ബോർഡറിലും നന്നായിട്ട് ആവണം. അപ്പൊ നമുക്ക് ഗ്ലൂ കണ്ടിന്യൂ ചെയ്യാം. ഇതിപ്പോ സിക്സാക്കായി കൈ വരക്കണോണ്ട്. അപ്പൊ നമുക്ക് ഗ്ലൂ മൊത്തത്തിൽ വരക്കാം. ഇത് എക്സിബിഷന് വെക്കാൻ നല്ല കാര്യമൊക്കെയാണ്. സിംഗിൾ ലൈൻ ഇട്ടുള്ള പകുതി സ്ഥലങ്ങളൊന്നും വേണ്ടില്ല. കുഴപ്പമില്ല, നമുക്കൊരു പ്രശ്നമല്ല. അപ്പൊ നമുക്കിത് അവിടെ ഇല്ല. എന്നിട്ട് നമുക്കിത് പതുക്കെ ലൈനായിട്ട് ഇങ്ങനെ വരച്ചു വെച്ചിട്ടുണ്ടോ. ഇങ്ങനെ വരച്ചതിന് ശേഷം നിങ്ങൾക്ക് ഇത്ര ഗ്ലൂ തയ്ക്കുമ്പോഴൊക്കെ സ്കിപ്പ് ചെയ്ത് എനിക്ക് ഒരു കുഴപ്പമില്ല. നിങ്ങൾ സബ്സ്ക്രൈബ് ഒന്ന് ചെയ്താൽ മതി. പിന്നെ നിങ്ങൾ ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ എല്ലാ സാധനങ്ങളും ഉണ്ടാവും. ഉണ്ടാക്കാൻ നോക്കാൻ നിങ്ങൾക്ക് ഭയങ്കര എളുപ്പമായിരിക്കും. ഇനിയാണ് നമ്മുടെ ശരീരം കാലുമായി ഒട്ടിക്കേണ്ട സമയമായി. കാലില്ലാത്ത ശരീരം ഒരിക്കലും നടക്കാനേ കഴിയില്ല. അപ്പൊ നമുക്കിതിങ്ങനെ ഒട്ടിക്കാം. ഇത് രണ്ടും ഇങ്ങനെ ഒട്ടിച്ച് വയ്ക്കാം. അപ്പൊ ഇത് കൊളായി ഇങ്ങനെ വെക്കാം. ബാക്കിൽ കുറച്ചേരം ഇങ്ങനെ പിടിച്ച് വെക്കാം. അപ്പോഴേക്കും നമുക്ക് ഇതിനവിടെ ഇറക്കി ഇതിന് നമുക്ക് ഇങ്ങനെ രാവിലെ പാടം കെടുത്താം. അപ്പൊ കൊച്ചു ഉറങ്ങിക്കോട്ടെ. നമുക്ക് കൊച്ചിന് തല വല്ലതുണ്ടെങ്കിൽ കൊച്ചിന് ഉറങ്ങാൻ പറ്റുള്ളൂ. തല എടുത്തിട്ട് തരാം. അപ്പൊ ഈ തല ഞാൻ അടുത്തോണ്ട് വന്നിട്ട് ഇത് ദേവന്ന് ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി. അല്ല ഇപ്പൊ പൊളിക്കാനാണെങ്കിൽ ഒട്ടിച്ചേ. അപ്പൊ തെറ്റിപ്പോയി. ഇനി വീണ്ടും ഇതിന്റെ ഗ്ലൂ വരാൻ കാത്തിരിക്കണം. അത് ഗ്ലൂ വരാൻ ഇച്ചിരി സമയം എടുക്കും. അത് നമുക്ക് പുഷപ്പൊക്കെ ചെയ്യാം. പുഷപ്പല്ല ഇതൊക്കെ ചെയ്യാം. അങ്ങനെ വന്നില്ല. അപ്പൊ നമ്മൾ അമർത്തിയ കുളിത്തി കൊടുക്കണം. ഇങ്ങനെ ഇങ്ങനെ. അപ്പോഴും വന്നില്ല. നമ്മളൊന്നും ഇഷ്ടമല്ല.
അപ്പൊ guys ഈ glue അപ്പൊ ചെറിയൊരു തോളം വന്നു. അപ്പൊ തോളം വന്നിട്ട് ഗ്ലൂ വന്നു. അപ്പൊ നമ്മളിവിടെ ഒരു എക്സ് ഷേപ്പാണ് വരയ്ക്കുന്നത്. അപ്പൊ ഇനി ഗ്ലൂ നമ്മളിവിടെ തേച്ചിട്ടുണ്ട്. ഇനി കൈ വെച്ച് പതുക്കുന്ന റോളും ചെയ്യണം. അങ്ങനെ എന്നിട്ട് നമ്മൾ ഒട്ടിക്കണം. അയ്യോ ഗൈസ് നമ്മുടെ ശരീരം പൊളിഞ്ഞു പോന്നു. ശരീരം അബദ്ധത്തിൽ പൊളിഞ്ഞു പോന്നു പോയി. അപ്പൊ ഗൈസ് ശരീരം പോയി. അപ്പൊ ഇത് പൊളിഞ്ഞ് നമുക്കിത് ഇവിടെ താഴെ ഇറക്കി വെക്കാം. അത് അവിടെ നിന്ന് ഒട്ടിക്കോളും. നമുക്കിത് തുറക്കാം. എന്നിട്ട് ഇവിടെ നമുക്ക് അമർത്തി കൊടുക്കാം. ഇത് പൊട്ടി പോയെങ്കിൽ നമ്മുടെ വേറെ ഇല്ല കേട്ടോ കുട്ടി. ഓക്കെ ഇനി നമുക്കിത് അടിക്കണം. അടിക്കാൻ ഇച്ചിരി വലിയൊരു ടാസ്ക് തന്നെ. പക്ഷെ നമുക്കൊരു ടാസ്ക് അല്ലാതെ ഫ്രീ ആയിട്ട് അല്ല എളുപ്പത്തിൽ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇത് പെട്ടെന്ന് ഒട്ടി അടിപൊളി കമ്മാൻ തോന്നി. ഇനിയാണ് നമ്മുടെ കൈ. നിങ്ങൾക്ക് പേടിച്ച് പോകും. പക്ഷെ നിങ്ങളുടെ ഇങ്ങനത്തെ വേണമെന്നുമില്ല. വേറൊരു ഷട്ടിൽ ഓണക്സിന്റെ ഡബ്ബയൊക്കെ ആണെങ്കിൽ ജസ്റ്റ് ഒട്ടിച്ചാൽ മതി. അപ്പൊ ഗൈസ് നമുക്കത് എടുക്കാം. അപ്പൊ ഗൈസ് ഞാനൊന്നും കുടിക്കാറില്ല. ഒട്ടും മേടിക്കണ്ട. അപ്പൊ ഇത് നമുക്ക് കൃത്യ അളവിന് മുറിക്കാൻ നമുക്ക് കത്രി വേണം. കത്രികയിൽ എന്തിനാ നമുക്ക് കാർബൺ മുറിക്കുന്ന ബ്ലേഡ് ഇല്ലേ. പക്ഷെ നമുക്ക് ബ്ലേഡ് എടുക്കാം. അപ്പൊ ഇത് നമുക്ക് കൃത്യ അളവിന് മുറിക്കാം. ചെറിയൊരു അളവെടുത്തന്നെ നമുക്ക് അതൊക്കെ മതിയാവും. അപ്പൊ ഗൈസ് ബ്ലേഡ് പൊട്ടിപ്പോയി. ബ്ലേഡ് പൊട്ടിപ്പോയി. അതൊന്നും നമ്മൾ അറിഞ്ഞിട്ടില്ല. ഇവിടെ അത് കുളിപ്പിച്ച് വയ്ക്കാം. കൈ വെച്ച് ഉപയോഗിക്കാം. അപ്പൊ ഗൈസ് ബ്ലേഡ് വെച്ച് മുറിയാൻ തോന്നുന്നില്ല. അപ്പൊ ഗൈസ് നമുക്ക് ഇത് പതുക്കെ പോയി ഒളിപ്പിച്ചിട്ട് നമുക്ക് പോയി കത്തി കെട്ടിട്ട് വരാം. അപ്പൊ ഗൈസ് നമ്മൾ കത്തി എടുത്തോണ്ട് വന്നിട്ടുണ്ട്. ഞാൻ കത്തിയായി പോയി. കുഴപ്പമില്ല. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഞാൻ ആ ബ്ലേഡ് മുറിച്ചതാന്ന്. പക്ഷെ ശരിക്കും അത് തുരുമ്പ് പിടിച്ച ബ്ലേഡ് ആയിരുന്നു. ശരിക്കും ഗിന്നസ് റെക്കോർഡ് കിട്ടണം ബ്ലേഡ് പൊടിഞ്ഞതിന് കൈ കൊണ്ട്. അപ്പൊ നമ്മൾ ഇത്ര മുറിച്ചു. ബാക്കിത്തെ മുറിക്കാം. അപ്പൊ നമ്മൾ മുറിച്ചിരിക്കുന്നു. ഞാൻ ചുമ്മാ എനിക്ക് മുറിക്കാൻ പറ്റാത്തതുകൊണ്ട് എന്റെ ചേച്ചിയുടെ സഹായം തേടേണ്ടി വന്നു. അപ്പൊ ഗൈസ് ഇത്രയ്ക്ക് മതി. ഗം ഒടിക്കുമ്പോ ഇത് ഹൈഡ് ആയിക്കോളും. അപ്പൊ ഇതാണ് ഒരു കൈ. ഇതാണ് അടുത്ത കൈ. അപ്പൊ ഗൈസ് നമ്മുടെ റോബോട്ട് ഒട്ടിന്ന് തോന്നുന്നു. അപ്പൊ ഗൈസ് നമ്മുടെ റോബോട്ട് സക്സസ്ഫുള്ളി ഒട്ടിയിരിക്കുന്നു. അപ്പൊ ഗൈസ് നമുക്ക് രാജിനെ പാടി വറക്കാം. അപ്പൊ അതിന് മുമ്പ് കൈയൊക്കെ മാറ്റണ്ടേ. അപ്പൊ ഗൈസ് കത്തി ജീവൻ പോലും വന്നിട്ടില്ല. അപ്പോഴേക്കും അതിനൊന്നും പറ്റാണ്ടിരിക്കാനായിട്ട് നമ്മൾ കത്തി മാറ്റിയത്. അപ്പൊ ഗൈസ് കാലൊട്ടിയതായിരുന്നു. ഒട്ടിപ്പോയി. അപ്പൊ ഗൈസ് നമുക്ക് ഒരു കുറച്ച് അടി അടിച്ച ഒട്ടിക്കോളൂ. അല്ല കൊച്ചങ്ങനെയാണ്. നമ്മൾ അടിച്ച ശരിയായിക്കോളൂ. അപ്പൊ ഗൈസ് ഇനി നമുക്ക് ചെറിയൊരു പ്രശ്നമുണ്ട്. ഇതിന് മെഷർമെന്റ് എടുക്കണം. അതിന് നമുക്ക് ഇതിന് മേളിൽ കയറേണ്ടി വരുമെന്ന് തോന്നുന്നു. കൊണ്ട് നമുക്ക് താഴെ ചെയ്യാം. അപ്പൊ ഗൈസ് ഇതിന്റെ തലയുടെ സമയം ഇത്രയ്ക്കുള്ള കാര്യം നമ്മുടെ റോബോട്ട് എന്നെ കാണിച്ച അതാ ശുഭാരി. ഞാൻ വെച്ചാൽ നൽകുന്നതെന്തെങ്കിലും. അപ്പൊ ഗൈസ് നമുക്ക് ഇതിന്റെ തല കൃത്യം സെന്ററിലെത്തി. ഇതല്ല അതല്ല ഇതാവല്ല. അപ്പൊ ഗൈസ് പറ്റുകയാണെങ്കിൽ ഞങ്ങൾ കുറെ ഫോട്ടോസൊക്കെ ഒട്ടിച്ച് നോക്കിയ തലയിൽ ഇതാ സെന്റർ ഇതാ സെന്റർ. അപ്പൊ ഗൈസ് ഞാൻ കാമര എഴുതിയടാ. അപ്പൊ ടീച്ചറെ കാണുന്നു. ടീച്ചർ കൂടി ഞാൻ അത് ഒട്ടുമ്പോഴേക്ക് നമുക്ക് കുറച്ചേരം അഭ അവിടെ ഇട്ടിട്ടെ. നമുക്ക് ഇതാ വരാൻ നമുക്ക് കുറച്ചേരം വെയിറ്റ് ചെയ്യാം. അപ്പൊ ഗമ്മില്ലെന്നാണ് കാണാൻ. നമുക്ക് ഈ ആവശ്യമില്ലാത്തത് വെച്ച് നമുക്ക് ചെയ്യാം. നമുക്ക് നമ്മുടെ കുഞ്ഞു വളനെ എടുക്കാം. താഴെ വയ്ക്കാം. നമുക്ക് തലയുടെ സമയം
വെച്ച് നമ്മുടെ റോബോട്ടിൻ്റെ അല്ല ഒരു മെഷർമെൻറ്റ് എടുക്കാം. ഇങ്ങനെ ഇതിങ്ങനെ ഓക്കെ. ഇനി നമുക്ക് പതുക്കെ കമ്മൊക്കെ തയ്ക്കാം. പക്ഷെ ഒരു എക്സ് ഒരു ബോക്സിൻ്റെ ഉള്ളിൽ വെച്ചേക്കാണ് പടമാണ് ഞാൻ വെച്ചത്. അത്ര ആർട്ടിസ്റ്റ് തന്നെ കേട്ടോ. അത് ഗമ്മ നന്നായിട്ട് പരക്കണം. പരത്തില്ലെങ്കിൽ കൊച്ചിന് തല ഉണ്ടാവില്ല, ഭൂതത്തിന് പുലിയായിരിക്കും. എല്ലാവരും പേടിച്ചു. നമുക്ക് തല ജസ്റ്റ് ഒന്ന് പതുക്കെ വെക്കാം. കൊച്ചു മറിഞ്ഞു. കുഴപ്പമില്ല, കൊച്ചിനെ തല വീണ്ടും ഫിക്സ് ആവുന്നുണ്ട്. പക്ഷെ നമുക്ക് കുറച്ചേരെങ്കിലും അമർത്തി പിടിക്കാം. നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യണമെങ്കിൽ സ്കിപ്പ് ചെയ്തോ. ഈ സ്ഥലം അവിടെ ഒട്ടി വരും. കുറച്ച് പിടിക്കാം. ജില്ല പൊട്ടിയത് കൊച്ചിന് ഇഷ്ടപ്പെട്ടില്ലാന്ന് തോന്നുന്നു. കൊച്ചു തലടിച്ചു വീണു. അപ്പൊ കഴിച്ച് വീണ്ടും കുറച്ചല്ലേ ഇങ്ങനെ പിടിക്കണം. അപ്പൊ കഴിച്ച് നേരത്തെ നമ്മുടെ കാല് വീണുണ്ട്. കാല് ചെറിയ ഇങ്ങനെ നിൽക്കേണ്ട അടുത്ത് ഇങ്ങനെയാണ് നിൽക്കുന്നത്. കുഴപ്പമില്ല. ഇങ്ങനെയാണ് ശരിക്കും റോബോട്ടാണ് നിൽക്കണം. പക്ഷെ എന്റെ റോബോട്ട് ഇങ്ങനെ നിൽക്കണം. പക്ഷെ എന്റെ സ്റ്റൈലാണ് നിൽക്കണം. അതിങ്ങനെ നിൽക്കാം. ഇങ്ങനെ പിടിച്ച് രാത്രിയാണെന്ന് തോന്നുന്നു. പൊട്ടിയാ തല പോയാ തല പൊട്ടി ഗൈസ്. ഇനി നമുക്ക് നമ്മുടെ കൈയുടെ വിഷയമാണ്. അപ്പൊ ഗൈസ് നമുക്ക് കൃത്യം മെഷർമെന്റ് എടുത്ത് പോയി ആളുള്ളിൽ കയറി പോയി. ഞാനിവിടെ ഓ വന്നു. ശേ മെഷർമെന്റ് ഇട്ടില്ല. അപ്പൊ ഗൈസ് ഇങ്ങനെ ഒരു കൈ. അപ്പൊ ഗൈസ് അപ്പൊ കൊച്ചിന് തലൊട്ടിയിരിക്കുന്ന കൊച്ചിന്റെ ജീവൻ വന്നു. പക്ഷെ ഒന്നും എടുക്കാനുള്ള കൈയൊന്നുമില്ല. തല ഒട്ടിയിട്ടില്ല. അവിടെ ഇരിക്കുന്നു. കുഞ്ഞു പിള്ളേരാ പറഞ്ഞ കേൾക്കണം, അല്ലെങ്കിൽ കട്ടി കിട്ടും കൊച്ചുങ്ങൾക്ക്. അപ്പൊ കേസ് ഇത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം. റെക്കോർഡ് കിട്ടിയേ. അപ്പൊ ഗൈസ് ഇങ്ങനെ ചെറിയ ചെറിയ റോബോട്ട് മിനി റോബോട്ട്. അതിനൊന്നുള്ള സമയമൊന്നുമില്ല. ബസ്സിന്റെ തല ഒട്ടിട്ടാണ് നമുക്ക് കയ്യങ്ങളൊക്കെ ഫിക്സ് ചെയ്യാൻ. അല്ലെങ്കിൽ തലച്ചോറ് വെച്ചിട്ട് മാത്രം എന്താക്കാൻ എന്തെങ്കിലും എടുക്കണ്ട വെച്ച്. തല ഒട്ടി. അപ്പൊ ഗൈസ് കൊച്ചിന്റെ തല ഭയങ്കര സുരക്ഷിതമായി ഒട്ടിയിട്ടുണ്ട്. ഇനി കൊച്ചിനെ കിടക്കാനായിട്ട് വല്ല കിടപ്പാടോ എന്തെങ്കിലുമൊക്കെ വേണ്ടേ. അപ്പൊ ഗൈസ് എനിക്ക് തോന്നുന്നു വീണ്ടും ഓ ഇനി കൊച്ചിനെ അപ്പൊ ഗൈസ് നന്നായിട്ട് ഒന്നുകൂടി ഗ്ലൂ തേച്ച് വെക്കാം. അപ്പൊ ഗൈസ് കൊച്ചിന് തല ഒട്ടുന്നില്ല. കൊച്ചിന് പറ്റിയ തലയല്ലാന്ന് തോന്നുന്നു. കുഴപ്പമില്ല, വേറെ തല നമ്മുടെ ഉണ്ട്. നമ്മളത് ഒട്ടിക്കും. കുറച്ചേരം പിടിച്ചേക്കാം, അല്ലാണ്ട് എന്താ കാര്യം. അപ്പൊ ഗൈസ് എല്ലാവരും പറയുന്നുണ്ട് ഇലക്ട്രിക് ഷോക്ക് എനിക്ക് തരച്ചേക്കാം. ആരും ട്രൈ ചെയ്യരുത്. വെള്ളം നനയ്ക്കാനും ട്രൈ ചെയ്യണ്ട. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു തുപ്പിയാക്കി കൊടുത്താലും വാവ് കാണാനൊരു ചെഫോ സെക്യൂരിറ്റിക്കാരനോ കമന്റ് ബോക്സിൽ പോയി കൊടുക്കാല്ലേ. ഇങ്ങനെ വെച്ചാ ഇങ്ങനെ വെക്കാൻ നിങ്ങൾക്ക് എന്താ തോന്നണേ അത് നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക. കൊച്ചിന്റെ തല നന്നായിട്ട് ഒട്ടുന്നുണ്ട്. അപ്പൊ കൊച്ചിന്റെ തല ഒട്ടനെ നമുക്ക് ചെറിയൊരു ഷോർട്ട് ബ്രേക്ക് കഴിഞ്ഞിട്ട് തരാം. അപ്പൊ ഗൈസ് നമുക്ക് കൊച്ചിനെ ഇങ്ങനെ വെക്കാം. തല ഒട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ ഗൈസ് ഇനിയാണ് നമ്മുടെ കൈ ഒട്ടിക്കേണ്ട സമയം.
നമുക്ക് അതേ മെഷർമെന്റ് എടുക്കാം. ഇങ്ങനെ 2 കൈ വെച്ചാ ഇങ്ങനെ പിടിക്കണ പോലെ ഉണ്ടാവില്ല. കുഴപ്പമില്ല, ഇത്ര കയറ്റി വെക്കാനേ. ഇങ്ങനെ വരാച്ചിട്ട് സമയം എടുക്കും. അതും ഇങ്ങനെ വെക്കണം. ഇങ്ങനെ വെക്കാം. അത് ഇങ്ങനെ വെക്കായിരിക്കും. അപ്പൊ വരാച്ചിട്ട് സമയം എടുക്കും. നമുക്ക് വീണ്ടും പ്രസ് ചെയ്യേണ്ടി വരും. അപ്പൊ ഇത് മൊത്തം ഗമ്മായി വന്നു. അപ്പൊ നമുക്ക് ഇവിടെ ഒട്ടിക്കാന്നല്ലേ പറഞ്ഞു. ഇവിടെ ഒട്ടിക്കാണെങ്കിൽ പിന്നെ കൈയായിട്ട് തോന്നും. നമുക്ക് സ്ഥലം ഇപ്പൊ ഇങ്ങോട്ട് ചേർക്കാം. നമുക്ക് ഇങ്ങനെ ഒരു വര വെച്ചിട്ടാം. ഓക്കെ, നമുക്ക് ഇവിടെ ഒട്ടിക്കാം. അപ്പൊ നമുക്ക് പൊടിഞ്ഞ നമുക്ക് ഇത് ഇവിടെ എന്തെങ്കിലും വരയ്ക്കാം. അപ്പൊ നമ്മൾ ഒട്ടിക്കാൻ പിന്നെ എടുത്തായിരുന്നു. അപ്പൊ ഈ തൽക്കാലത്ത് തൊപ്പി വേണ്ട. നമുക്ക് ഈ തൊപ്പി ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വെച്ചാൽ പിന്നെ ഒരു ഇതായി. അപ്പൊ നമുക്ക് തൽക്കാലത്ത് മുറിച്ചെടുക്കാം. അപ്പൊ ഈ കത്തി നമ്മുടെ കത്തി ഇടാം. കിട്ടി. നമ്മൾ സഹായമില്ലാതെ നമ്മൾ വരച്ചു. ഇങ്ങനെ ഒരു തൊപ്പി തന്നെയായി. അപ്പോൾ കുഴപ്പമില്ല. ഇങ്ങനെ ഓക്കെ, ഇങ്ങനെ വേണ്ടി കൈയോട്ട് വെച്ച് സമയം എടുക്കും. ചർക്കൽ അപ്പൊ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യണം. വർക്കിംഗ് മോഡലാണ്. വർക്കിംഗ് മോഡൽ നടക്കൂല, ബട്ട് അടിപൊളിയായിരിക്കാം. ഒരിക്കലെങ്കിലും ട്രൈ ചെയ്യണം. പെട്ടിയിലില്ലാത്ത വീട് ആയിരിക്കില്ലല്ലോ. കൈ അവിടെ നമുക്ക് ഈ കൈക്കുള്ള തീരുമാനം എടുക്കാം. ഈ കൈ നമുക്ക് ഈ സൈഡിൽ സെലക്ട് ചെയ്യാം. നമുക്ക് ഇങ്ങനെ വെക്കാം. ഇങ്ങനെ വെച്ചാണെങ്കിൽ അപ്പൊ കഴിച്ച് ഇവിടെ വീണ്ടും ഒരു എക്സ് വയ്ക്കാം. അപ്പൊ കഴിച്ച് തീർന്നെന്ന് തോന്നുന്നു. വളരെ അഡ്ജസ്റ്റ് ചെയ്ത് ഗം എടുക്കും. ആവുന്നു. അങ്ങനെ നമ്മുടെ റോബോട്ട് ഫൈനലി ഫിക്സ് ആവാറായി. ആകെ ഇനി 2 കൈയും കൂടി ഒട്ടിച്ചാൽ മതി. അങ്ങനെ നമ്മുടെ റോബോട്ട് ഓൾമോസ്റ്റ് ആവാറായി. അപ്പൊ ഗൈസ് ദമ്മിൽ കൈ നിൽക്കുന്നത് തോന്നുന്നില്ല. അപ്പൊ ഗൈസ് നമുക്ക് സലോ ടേപ്പിന്റെ ആവശ്യമുണ്ട്. അപ്പൊ ഗൈസ് ഇതിന്റെ തുറക്കം എവിടെയാണെന്ന് മനസ്സിലാവുന്നില്ല. സലോ ടേപ്പിന് തുറക്കമില്ലേ? അപ്പൊ ഗൈസ് ഇതിന്റെ തുറക്കം കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അതൊക്കെ കണ്ടുപിടിച്ചായിരുന്നു വീഡിയോ കണ്ടിരിക്കുന്നതാണ്. അപ്പൊ ഗൈസ് എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. വീണ്ടും ഇവിടെ എന്റെ ചേച്ചി എന്നെ സഹായിച്ചത്. ഗൈസ് കിട്ടിയതായിരുന്നു പോയി കിട്ടി ഗൈസ് ടേപ്പ്. അപ്പൊ ഗൈസ് നമുക്ക് ഇനി ഒട്ടിക്കേണ്ട സമയമായി. അപ്പൊ ഗൈസ് ഇങ്ങനെ പിടിക്കാം.
ഇങ്ങനെ കൈ പൊട്ടിക്കാം. അയ്യോ പൊട്ടിച്ചതൊക്കെ പോയി. ഇങ്ങനെ ഇങ്ങനെ എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ കൈ വെച്ചാൽ ഒരു കൈ ഫിക്സായി. അടുത്ത കൈ എടുക്കാം. അടുത്ത കൈ ഞാൻ കളിച്ച് നോക്കില്ല. നമുക്ക് ഇച്ചിരി സഹായം നേടാം. സൗകര്യത്തിൻ്റെ വീണ്ടും കത്തിയുടെ ആവശ്യമുണ്ട്. ഈ കൈക്കുള്ള അവസരം എത്തിക്കഴിഞ്ഞു. വളരെ വേസ്റ്റ് ആയി പോയി. കുഴപ്പമില്ല. ഇനി നമ്മൾ കൈ വയ്ക്കാൻ പോകുന്നത് ഇങ്ങനെയല്ലേ വയ്ക്കുമ്പോ വറന്നു തോന്നോ. ടേപ്പ് പറിച്ചത് തെറ്റിപ്പോയെന്ന് തോന്നുന്നു. ഓക്കെ ഇത് വലിയത് നോക്കിയാണ് കൊടുത്തത്. ചെറിയൊരു കണക്ഷൻ തലയിലേക്ക് കൊടുക്കാം. നമ്മുടെ നരമ്പുകൾ തലയിലേക്ക്. അപ്പൊ ഗൈസ് നമ്മുടെ കുട്ടിപ്പട്ടാളം റെഡി ആയിരിക്കുന്നു. അപ്പൊ ഗൈസ് തൊപ്പി വെക്കണോ വേണ്ടിയോ? തൊപ്പി വെച്ചാലാണോ ഭംഗി വെച്ചിട്ടുണ്ടെങ്കിൽ? അപ്പൊ ഗൈസ് നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ പറയാം. വേണമെങ്കിൽ നമുക്ക് വെക്കാം, അല്ലെങ്കിൽ നമുക്ക് നോക്കാം. അപ്പൊ ഗൈസ് ഇന്ന് ഉപയോഗപ്പെട്ടത് പൊട്ടിപ്പോയ ഇത് അത് അത്ര ഉപയോഗം വന്നില്ല. 1 2 3 4 വെട്ടി, ഒരു സലോ ടേപ്പ്, ഒരു ഗ്ലൂ ഹെവി എന്തോ ഹെവി കപ്പി. അപ്പൊ ഗൈസ് ഇതാണ് നമ്മുടെ കുട്ടിപ്പട്ടാള റോബോട്ട്. ഇതിനുള്ള പേരും നിങ്ങൾ കമന്റ് ബോക്സിൽ പറയൂ. എന്ത് പേരാണ് നല്ലത്, അത് നമ്മൾ കുട്ടിപ്പട്ടാള റോബോട്ടിന് ഇടുന്നതാണ്. വീഡിയോ ഇത്രയുള്ളൂ. ബൈ ബൈ. ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബെൽ ഐക്കൺ കൂടി ഞെക്കണേ. ബൈ ബൈ.